നമ്മുടെ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഓർത്ത് സങ്കടം തോന്നുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും കുറിച്ചല്ല, UDFിൻ്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിച്ച മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ, മാധ്യമപ്രവർത്തകരുണ്ട് കേരളത്തിൽ. അവരെക്കുറിച്ചാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, അതൊക്കെ ഇന്ന് അവർക്ക് തന്നെ വിഴുങ്ങേണ്ടി വരുന്ന അവസ്ഥ. കേരളം ഭരിക്കുന്നത് ഏകാധിപതിയാണ്, പിണറായി വിജയൻ ഏകാധിപതിയാണ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വാർത്തകൾ നൽകുകയും വാർത്തകൾ ചമക്കുകയുമൊക്കെ ചെയ്ത മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾക്കിതാ ഇപ്പോൾ തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുന്നു. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. UDFിന് വേണ്ടി വാർത്തകൾ ചമച്ചവർ, LDFിനെതിരെ വാർത്തകൾ ചമച്ചവർ എല്ലാവരും ഒന്ന് ഓർത്തുവെക്കേണ്ടതാണ്. ഇന്നത്തെ മലയാള മനോരമയിലെ ഈ വാർത്ത അതൊരു സൂചന മാത്രമാണ്. ഈ വാർത്ത ഇന്നത്തെ മലയാള മനോരമ എന്ന് വെച്ചാൽ 2026 ജൂൺ 9 ചൊവ്വാഴ്ചയിലെ മലയാള മനോരമ വാർത്ത. അതിൽ 3-ാമത്തെ പേജിൽ ഒരു വാർത്തയുണ്ട്. 2 കോളം വാർത്തയാണ്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമ നിയന്ത്രണം. സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമ നിയന്ത്രണം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു, അത് വീണ്ടും നടപ്പാക്കി എന്നതാണ് ആ വീണ്ടും എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ തലക്കെട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: പൊതു സന്ദർശകർക്കുള്ള നിയന്ത്രണം മറയാക്കി തടയൽ. മാധ്യമങ്ങളെ തടയുന്നത് പൊതു സന്ദർശകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൻ്റെ മറവിലാണ് എന്നാണ്. എന്താണ് വാർത്ത? സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമങ്ങൾക്ക് നിയന്ത്രണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിലേക്ക് ഒരാഴ്ച മുമ്പ് നിയന്ത്രണം തുടങ്ങിയെങ്കിലും സെക്രട്ടേറിയറ്റിലെ മറ്റ് ഓഫീസുകളിലും ഈ നിയന്ത്രണം വ്യാപകമാക്കി. പോകേണ്ട വകുപ്പിൽ നിന്നുള്ള ശുപാർശ ഇല്ലാതെ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകരുടെ അടക്കം കയറ്റിവിടേണ്ടെന്ന് നിർദ്ദേശമുണ്ടെന്ന് കന്റോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. കന്റോൺമെന്റ് ഗേറ്റിലൂടെയാണ് ആളുകൾക്ക്, സന്ദർശകർക്കുള്ള പ്രവേശനം. അതിൽ കൂടി തന്നെയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ കടന്നുപോവുകയും ചെയ്യുന്നത്. കന്റോൺമെന്റ് ഗേറ്റാണ് പ്രധാനപ്പെട്ട പ്രവേശന കവാടം. മറ്റൊരു കവാടമുണ്ട്, അതേക്കുറിച്ച് പിന്നീട് പറയാം. അതുകൊണ്ട് ഇപ്പോൾ കന്റോൺമെന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഇത്തരമൊരു നിർദ്ദേശം കിട്ടി എന്നാണ് മലയാള മനോരമ പറയുന്നത്. അതിനുശേഷം പറയുന്നു: പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാധ്യമങ്ങൾക്ക് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ അന്നത്തെ പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. പുതിയ സർക്കാർ അധികാരമേറ്റതു മുതൽ സെക്രട്ടേറിയറ്റിൽ സന്ദർശകരുടെ തിരക്കാണ്. ഇതേ തുടർന്ന് സന്ദർശക സമയം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തേതുപോലെ വൈകിട്ട് 3 മുതൽ 5 വരെ ആക്കിയിരുന്നു. പാസ് എടുത്തോ അകത്തു നിന്നുള്ള സെക്യൂരിറ്റി ഗേറ്റിലേക്കുള്ള ഫോൺ വിളിയോ വഴിയോ വേണം ഈ സമയത്തും അകത്ത് കടക്കേണ്ടത്. പൊതു സന്ദർശകർക്കുള്ള ഈ നിയന്ത്രണം മറയാക്കിയാണ് മാധ്യമപ്രവർത്തകരെയും തടയുന്നത്. 2 തരത്തിൽ സെക്രട്ടറിയിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, പാസ് എടുത്ത് പ്രവേശിക്കാം. എവിടെ പോകണം, ആരെ കാണണം എന്നത് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് ഫോൺ നമ്പറുമൊക്കെ കുറിച്ച് വെച്ച് ഒരു പാസ് തരും. ആ പാസ് എടുത്ത് നിശ്ചിത സ്ഥലത്തേക്ക് പോകാം, തിരിച്ചു വരാം. മറ്റൊരു വഴി അകത്ത് നിന്ന് എന്ന് വെച്ചാൽ വകുപ്പ് സെക്രട്ടറിമാർ, PRD ഓഫീസ്, മന്ത്രിമാരുടെ ഓഫീസ്, അങ്ങനെ വിവിധ സ്ഥലത്ത് നിന്ന് സെക്യൂരിറ്റി ഓഫീസിലേക്ക് വിളിച്ചു പറയണം, ഇന്ന ആൾ വരുന്നുണ്ട്, പ്രവേശിപ്പിക്കണം എന്ന്. അങ്ങനെ പറഞ്ഞാൽ അവിടെയും മൊബൈൽ നമ്പറും പോകേണ്ട സ്ഥലവും രേഖപ്പെടുത്തി കടത്തിവിടും. ഇതാണ് 2 വഴി. ഇതുവഴിയാണ് ആളുകൾക്ക് സെക്രട്ടേറിയറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക. ഇത് ഇന്ന് തുടങ്ങിയതല്ല, നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. അതിനെയാണ് ഏകാധിപതിയായ പിണറായി വിജയൻ ഭരിക്കുന്ന സെക്രട്ടേറിയറ്റിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വലിയ വായിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിനുശേഷം ആ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫുണ്ട്, അവസാനത്തെ പാരഗ്രാഫ്. അതിങ്ങനെയാണ്: മുഖ്യമന്ത്രി ബജറ്റിൻ്റെ തിരക്കിലായതിനാൽ സെക്രട്ടേറിയറ്റിലെ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സമയം ലഭിച്ചില്ലെന്നും ഈ മാസം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. വളരെ വലിയ തിരക്കിലാണ് മുഖ്യമന്ത്രി, ബജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ധനകാര്യ വകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട്, അതുകൊണ്ട് ബജറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. ഇത് ആരോടാണ് പറയുന്നത്? സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പായിരിക്കും ഇത്തരമൊരു തീരുമാനമെടുക്കുക. പൊതുഭരണ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. ചീഫ് സെക്രട്ടറിയും പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയും അറിയാതെ ഈ തീരുമാനം നടപ്പാകില്ല. വെറും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെടുത്ത തീരുമാനമാണ് എന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയല്ല. സെക്രട്ടേറിയറ്റിൻ്റെ അധിപനായ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിയാതെ ഇത്തരമൊരു തീരുമാനമുണ്ടാകില്ല. ആ തീരുമാനം ഇനിയിപ്പോൾ 1 മാസത്തിനകം വ്യക്തത വരുത്തും. തീരുമാനം മാറ്റും എന്നൊന്നുമല്ല മലയാള മനോരമ ആശ്വസിക്കുന്നത്, വ്യക്തത വരുത്തും എന്നാണ്. അതിലെന്താണ് വ്യക്തത വരുത്താനുള്ളത്? അക്രഡിറ്റേഷൻ ലഭിച്ച മാധ്യമപ്രവർത്തകർക്ക് യഥേഷ്ടം കയറി ഇറങ്ങാനുള്ള സൗകര്യം നൽകുമോ? ഇതാണ് അറിയേണ്ടത്. ഒരിക്കലും നൽകാൻ സാധ്യതയില്ല.
അതിൽ സംശയമേ വേണ്ട. മലയാള മനോരമയുടെ ലേഖകർക്ക് മാത്രം കടന്നു പോകാൻ പറ്റില്ലല്ലോ. അക്രഡിറ്റേഷൻ ഉള്ള എല്ലാ മാധ്യമപ്രവർത്തകരെയും കടത്തിവിടേണ്ടി വരും. അതിന് ഒരിക്കലും UDF VD സതീശൻ സമ്മതിക്കില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതുകൊണ്ട് തന്നെ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നിരുന്നാലും മലയാള മനോരമ ഒന്ന് ആശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ പിണറായി വിജയൻ സർക്കാർ കേരളം ഭരിക്കുന്ന ഘട്ടത്തിലൊക്കെ സർക്കാരിനെതിരെ നിരന്തരം വാർത്ത കൊടുക്കുക, മുഖ്യമന്ത്രിയെ അവഹേളിക്കുക, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ വാർത്ത കൊടുക്കുക, അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്താണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അങ്ങനെയുള്ള VD സതീശനിൽ നിന്ന് ഇനിയിപ്പോൾ മലയാള മനോരമയ്ക്ക് പ്രത്യേക പാസ് കൊടുത്ത് കറിവിടാനുള്ള സംവിധാനമോ മറ്റോ ഏർപ്പെടുത്തുമോ എന്നറിയില്ല. അങ്ങനെയെങ്കിലും ചെയ്യണമേ എന്നൊരു അഭ്യർത്ഥനയാണ് മലയാള മനോരമ നടത്തുന്നത്.